പലതരം ഇൻവെർട്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ്, അങ്ങനെ എന്താണ് സംഭവം? ഇല്ലെങ്കിൽ ഇതിൽ ഏതാണ് ബെസ്റ്റ്? എങ്ങനെയാണ് ഇത് നമ്മൾ ചൂസ് ചെയ്യുക? ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും നീഡിനനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും ഇൻവെർട്ടേഴ്സ് വേണ്ടത്. ഇപ്പോൾ മെയിനായിട്ട് മാർക്കറ്റിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് ഉണ്ട്, അതേപോലെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് ഉണ്ട്, ഹൈബ്രിഡ്, പിന്നെ മൈക്രോ ഇൻവെർട്ടേഴ്സ്, അങ്ങനെ അതുണ്ട്. ഇതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമാണ്. അതായത് ഇപ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ആവശ്യം അനുസരിച്ചിട്ട്. ഇപ്പോൾ ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KCBയുമായോ അല്ലെങ്കിൽ ഗ്രിഡ് കണക്ഷനുമായിട്ടോ ബന്ധമില്ലാത്തതാണ് ഓഫ് ഗ്രിഡ്. അതിൽ പാനൽ പ്ലേസ് ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് നമ്മൾ തന്നെ യൂസ് ചെയ്ത് തീർക്കാം. അതാണ് ഓഫ് ഗ്രിഡ്. ഓൺ ഗ്രിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ് ഉണ്ടാവില്ല, ഡയറക്റ്റ് പാനൽ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഉൽപ്പാദിപ്പിച്ചൊരു KCBക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ വരുന്നത്. അത് ലൈനിൽ കറണ്ട് ഇല്ലെങ്കിൽ അത് കട്ടാവും. അതാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഗ്രിഡിൻ്റെയും ഓഫ് ഗ്രിഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഹൈബ്രിഡ് പ്ലേസ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24/7 വീട്ടിൽ എന്ത് ചെയ്യും, കറണ്ട് ഉണ്ടായിരിക്കും. ലൈനിലെ കറണ്ട് പോയി കഴിഞ്ഞാലും സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് കറണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഹൈബ്രിഡ് ഇൻവെർട്ടർ. പിന്നെ മൈക്രോ ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാനലിൻ്റെയും അടിയിൽ ഇപ്പോൾ ഷെയ്ഡഡ് ഏരിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, ഈ ഷെയ്ഡ് കൂടുതലുള്ള ഏരിയയിലൊക്കെ ഈ മൈക്രോ ഇൻവെർട്ടേഴ്സാണ് സജസ്റ്റ് ചെയ്യുക. കാരണം ഓരോ പാനലിൻ്റെയും പ്രൊഡക്ഷന് വ്യത്യസ്തമായിരിക്കും. അത് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈക്രോ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യണത്. ഈ മൈക്രോ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലും ചെയ്യാൻ പറ്റും, ഹൈബ്രിഡിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് വ്യത്യസ്തമായിട്ടുള്ള ഇൻവെർട്ടേഴ്സ്.